അടുക്കളയിൽ ലാൽകുമാർ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് തയ്യാറാക്കി അതിലേക്ക് നിങ്ങൾക്കും ഈ കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ കൈമാറാം, അതുപോലെ ഞങ്ങൾ കൊണ്ടുവന്ന തെളിവുകളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാം എന്ന ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പുതിയ നീക്കത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഇന്ത്യ മുന്നണി ഒരുമിച്ച് വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് പോകുന്നു. ഈ പ്രതിഷേധങ്ങളുടെ തുടരന്വേഷണങ്ങളുടെ ഒക്കെ സാധ്യത എത്രത്തോളമാണ് അങ്ങ് കാണുന്നത്? ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇവിടെ എൻ്റെ പേരെടുത്ത് ഇവിടെ ഒരു പരാമർശം ഉണ്ടായി. അത് കൈരളിയുമായി ബന്ധപ്പെട്ടാണ്. എനിക്ക് സത്യത്തിൽ അത് കൊടുത്തോ കൊടുത്തില്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല, സത്യത്തിൽ അറിയില്ല. പക്ഷേ ഗൗരവത്തിൽ തന്നെ ആ വിഷയം അവിടെ ചർച്ച നടന്നിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൊടുത്തിട്ടില്ല എന്നൊരു വിമർശനമുണ്ട്. ബാക്കി എനിക്കറിയില്ല അറിയാൻ ഞാനതിനൊന്ന് ഒഴിഞ്ഞു പോയെന്ന് വിചാരിക്കും. എനിക്കറിയില്ല അത് കൊടുത്തോ ഇല്ലയോ എന്ന്. പക്ഷേ ഇന്നും അവരുടെ ചർച്ച അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയം ഗൗരവത്തിൽ തന്നെ വാർത്ത ഞാൻ കണ്ടു, ചർച്ച കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇന്നും അത് ചർച്ച അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊക്കെ ഉപരി CPM-ൻ്റെ അഭിപ്രായം ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് നിന്ന് മതനിരപേക്ഷ ചേരിയോട് ചേർന്ന് ഈ പറഞ്ഞ വിഷയത്തിൽ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതിനകത്ത് ഒരു ശതമാനം പോലും മാറ്റം വന്നിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. ഇന്ന് ഞാൻ ഈ ചർച്ചയിൽക്കകത്ത് സാധാരണഗതിയിൽ പല ചർച്ചകൾക്കും പങ്കെടുക്കുമ്പം BJP-യുടെ പ്രതിനിധി, പ്രത്യേകിച്ച് ശ്രീപത്മനാഭനെ പോലെ ഗൗരവമുള്ള ഒരാൾ, വളരെ ഗൗരവത്തിൽ പല കാര്യങ്ങളും പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു കണ്ടൻഷൻ കാണും. അദ്ദേഹം ഗൗരവത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഗൗരവം കുറഞ്ഞുപോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഗൗരവം കുറഞ്ഞുപോയി മാത്രമല്ല, അദ്ദേഹം വേറൊരു ടോണിലേക്കാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിൽ നിന്ന് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ കൂടെ ഞാൻ പറയുന്നു, അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ടോണായിരുന്നു അത്. ഞാനും ചർച്ചകൾ പങ്കെടുക്കുമ്പം സാധാരണഗതിയിൽ ഗൗരവത്തിൽ സംസാരിക്കും, ദേഷ്യത്തിൽ സംസാരിക്കും, ഒക്കെ സംസാരിക്കും. ഇപ്പോൾ സ്മൃതിയുമായിട്ട് പോലും ഞാൻ എത്രയോ പ്രാവശ്യം വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട വാശിയാണ്. അദ്ദേഹം ഇന്ന് ദേഷ്യപ്പെട്ടായിരുന്നു സംസാരിച്ചിരുന്നെങ്കിൽ അത്രയും വിഷമം വരില്ല. കാര്യം അദ്ദേഹം അതിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ ഗൗരവം എടുത്തു കളയാനായിട്ട് അദ്ദേഹം അനുവർത്തിച്ച ഒരു ടോൺ അൺഅക്സെപ്റ്റബിൾ ടോണാണ്. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. പക്ഷെ അത് പറയണമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തെ പോലെ ഗൗരവമുള്ള ഒരാൾ അതിന്റെ ഗൗരവം എടുത്ത് കളയരുത്. ശ്രീ പത്മനാഭനോട് പറയുന്നതിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം കൂടിയുണ്ട് ശ്രീ ലാൽകുമാർ. അദ്ദേഹം ഈ പറഞ്ഞല്ലോ, ഈ 7 പരാജയങ്ങൾ, അവിടെ എത്ര മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു, എത്രയിടത്ത് BJP ജയിച്ചു എന്ന് പോലും അറിയാതെ ആണ് അത് പറയാൻ നിന്നത് രാഹുൽ ഗാന്ധി എന്ന്. രാഹുൽ ഗാന്ധി അങ്ങനെയല്ല പറഞ്ഞത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് അപ്രതീക്ഷിതമായി 7 പരാജയങ്ങളിൽ ഒന്നിൽ അന്വേഷണം നടത്തി. അതായത് ബാംഗ്ലൂർ സെൻട്രൽ കേന്ദ്രീകരിച്ച് ആണ് എല്ലാം എന്നല്ല പറഞ്ഞത്. അപ്രതീക്ഷിതമായി 7 പരാജയങ്ങൾ ഒന്ന് തെരഞ്ഞെടുക്കുന്നു, അതിൽ പരിശോധന നടത്തുന്നു. അതാണ് ഈ ബാംഗ്ലൂർ സെൻട്രൽ. ഈ 4-4 എന്ന കണക്കൊക്കെ ശരി തന്നെ, അതിലേക്കല്ല അദ്ദേഹം പോയത്. പറഞ്ഞോളൂ ലാൽകുമാർ. നോക്കൂ, നമ്മുടെ പ്രൈമറി ഫോക്കസ് എന്താണ്? നമ്മുടെ ഒരു ഡിബേറ്റ് വരുമ്പം നമ്മുടെ ലാർജർ സ്പിയറിൽ ഒരാൾ പറഞ്ഞ നമ്പറിൽ ടെക്നിക്കലി അദ്ദേഹം പറഞ്ഞ ഒരു നമ്പർ തെറ്റാന്നിരിക്കട്ടെ, ആ നമ്പറിൽ പിടിച്ചാണോ നമ്മൾ ഡിബേറ്റ് ചെയ്യണ്ടേ? അത് നമുക്ക് ഒരു ടെക്നിക്കൽ ആർഗ്യുമെന്റ് നമ്മൾ എടുത്ത് നമ്മൾ പരാജയപ്പെടാനുള്ള ഒരു ആർഗ്യുമെന്റാണ്. അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ, ലാർജർ സ്പിയറിൽ അദ്ദേഹം കൊണ്ടുവന്ന ഇൻറ്റൻഷൻ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പം ID കാർഡുമായി ബന്ധപ്പെട്ട കാര്യമുണ്ടല്ലോ. ഇലക്ഷൻ കമ്മീഷൻ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നു. എന്നാൽ ഇലക്ഷൻ കമ്മീഷനകത്ത് ഈ അച്ഛൻ്റെ പേരിനകത്ത് XYJK എന്ന് എഴുതിയതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ ഒരു പ്രശ്നമില്ലേ? സ്ഥലപ്പേരിനകത്ത് XYJK എന്ന് പറയുന്ന അത് അവർക്കൊരു പ്രശ്നമല്ലല്ലോ. അതിനകത്തും ഈ ലേഡിയുടെ, ഈ പർട്ടിക്കുലർ ലേഡിയുടെ ഒരു റാണിയാണ്. ആ ലേഡിയുടെ അവരോട് ചോദിച്ച ശേഷം അവർ പറയാണ് അങ്ങൊരു സംഭവം നടന്നിട്ടുണ്ട്. ഈ നോട്ടീസ് എഴുതി വിടുന്ന ഒരാൾക്ക് ഒരല്പം ശകുന്ത്രാണിയോട് ചോദിച്ച് ശകുന്ത്രാണി വോട്ട് ചെയ്തിട്ടില്ല എന്ന് നമ്മളോട് പറയാൻ ഇലക്ഷൻ കമ്മീഷൻ ഒരു അല്പം നാണം വേണ്ടേ? നോക്കൂ, ഒരു ഇംപാർഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ, ഒരു എൻക്വയറി ഇതിൽ നടത്തുകയാണെങ്കിൽ അവർ ശകുന്ത്രാണിയോട് ചോദിച്ചിട്ടാണോ ഇത് എഴുതുന്നത്? അങ്ങനെയാണോ പറയുന്നത്? ഞാൻ എൻ്റെ കുത്തിക്കൊന്നവനോട് ചോദിച്ചു അവൻ ചെയ്തിട്ടുണ്ടോ എന്ന്, അവൻ ഇല്ല എന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാൻ ഇന്നതാ പറയുന്നത്. ലാൽകുമാർ കേട്ടല്ലോ, ഈ വെബ്സൈറ്റ് തുടങ്ങി 6 മണിക്കൂറിൽ 5 ലക്ഷം കോൾസ് വന്നു. ഒരു ചെറിയ പരിപാടിയല്ല തുടങ്ങിയിരിക്കുന്നത്. നിശ്ചയമായും അത് തന്നെ ഞാൻ പറയുന്നത്. നോക്കൂ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഇംപാർഷ്യലായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണല്ലോ. അതിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ 2 ദിവസങ്ങളായിട്ട് വരുന്ന റെസ്പോൺസ് എത്ര റെക്ലെസ് ആയിട്ടുള്ളൊരു റെസ്പോൺസാണ് വരുന്നത്. BJP-യുടെ ഒരു ഘടകകക്ഷി, ഒരു അലായി പ്രതികരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ മാറി എന്നുള്ളതാണ്.
നോക്കൂ, ഈ എൻറ്റയർ എപ്പിസോഡിൽ അസ്യൂം ദർ ആർ സം ഗ്ലിച്ചസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നിരിക്കട്ടെ. അത് പരിശോധിക്കാമെന്ന് പറയുന്നതിന് പകരം അവരാദ്യം തന്നെ ഒരു കാർപ്പറ്റ് ബോംബിംഗ് നടത്തുകയാണ്. പക്ഷേ അത് പരിശോധിച്ച് ഇത് ശരിയെന്ന്, അതായത് രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഒന്നും രണ്ടും കണക്കല്ലല്ലോ, 100,000-ൽ പരം കള്ള വോട്ട് മോഷണം നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വേണ്ടി വരിക? വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടി വരിക. അത് സാധ്യമാകുമോ? അതിലേക്ക് പോകുമോ? അതൊരിടത്തായിരിക്കുമോ? അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. അതാണ് പ്രശ്നം. അല്ല, ഇതിനകത്തെ പ്രശ്നം നോക്കൂ, അത് ഇലക്ഷൻ പെറ്റീഷൻ അങ്ങനെ പോകും. ഞാൻ പറഞ്ഞു നോക്കൂ, ഈ പറഞ്ഞ കഴിഞ്ഞ കാര്യം രാഹുൽ ഗാന്ധി എന്തിനാണ് ഇത് ചെയ്തിരിക്കുന്നത്? രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്ന ഒരു കറക്റ്റീവ് മെക്കാനിസമാണ്, ഒരു പ്രിവെൻറ്റീവ് മെക്കാനിസമാണ്. ആ മെക്കാനിസത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ആ മെക്കാനിസത്തിൻ്റെ ഗുണം ഒരു കാരണവശാലും ഈ പറയുന്ന ലിസ്റ്റിൽ പെടാത്ത ആൾക്കാർ അല്ലെങ്കിൽ അർഹതയില്ലാത്തവരോ നോട്ട് ചെയ്യാൻ പാടില്ല. അത് ഏത് പാർട്ടിയാണെങ്കിലും. ഇപ്പം BJP മുന്നോട്ട് വെക്കുന്ന വാദം എന്താ? ഇത് കുറേ പേര് കഴിഞ്ഞ ദിവസവും പറഞ്ഞത് കോൺഗ്രസ്സുകാർ ചേർത്തു. അദ്ദേഹം പറയുന്നത് വഴി, രാഹുൽ ഗാന്ധി പറയുന്നത് വഴി അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാർ വോട്ട് വേണ്ട എന്നല്ലേ പറയുന്നത്? കോൺഗ്രസ്സുകാരെ അതിനകത്ത് ഒഴിവാക്കണം എന്നല്ലേ പറയുന്നത്? അത് ഒഴിവാക്കണം എന്ന് പറയുന്നതിനെ നിഷ്പക്ഷമായി എന്തുകൊണ്ട് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾക്ക് ഫേവറബിൾ ആയിട്ടൊരു ഒപ്പീനിയൻ പറയേണ്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അവർ സത്യത്തിൽ ഒരു സസ്പീഷൻ ക്രിയേറ്റ് ചെയ്ത് ഒരു ലീഡർ ഓഫ് ഓപ്പോസിഷൻ, അത് ലീഡർ ഓഫ് ഓപ്പോസിഷനോ അല്ലാതെ ആര് തന്നെ ആകട്ടെ, അവർ ഉയർത്തിയ ഒരു വാദത്തെ റദ്ദ് ചെയ്ത് കളയാൻ ഇത്രത്തോളം വെപ്രാളം കാണിക്കുന്നു. ഈ പറയുന്ന ശകുന്തള റാണി എന്ന് പറയുന്ന ശകുന്ത് റാണി അവരോട് ചോദിച്ചു എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ രാഹുൽ ഗാന്ധി ഇതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേട്ടതാണ്, ആ പ്രസന്റേഷൻ കേട്ടതാണ്. അതിനകത്ത് പറയുന്നുണ്ട് ഇവർ തന്നെ വോട്ട് ചെയ്യുന്നുണ്ടോ, ഇവർ തന്നെയാണോ വോട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് ഉറപ്പില്ല. അത് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ ശകുന്തള റാണിയോട് ചോദിച്ചാൽ എങ്ങനെ ഉത്തരം കിട്ടുക? അല്ല, ശകുന്തള റാണി തന്നെയാണ് ചെയ്തതെന്നിരിക്കട്ടെ, ശകുന്തള റാണി പറയൂ. ഞാൻ കേസ് പറയുന്നു കേട്ടോ, BLO പറഞ്ഞു 2 തവണ ചെയ്തിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ ബൂത്തിലിരിക്കുന്ന ആൾക്കാർക്ക് കൃത്യം അതെ 2 തവണ ചെയ്തു എന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറയുമ്പം അതിനെ ഗൗരവത്തിലെടുക്കുന്നതിന് പകരം ഈ പറയുന്ന ആൾ അങ്ങോട്ട് കൊണ്ട് തെളിവ് കൊടുക്ക്. പോട്ടെ, ആ ഭാഗം വിടുന്നേ. ഈ അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഒക്കെ പേര് HJK എന്നുള്ളതിനെ കുറിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ വിശദീകരണം എന്താ? അതിനുള്ള വിശദീകരണം അവർ ആദ്യം പറയട്ടെ. അടുത്തൊരു കാര്യം, രസകരമായി എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്, CCTV ഫൂട്ടേജുകൾ പോകുന്നു. പറയത്തില്ലല്ലോ, അതങ്ങനെ പറയുന്നേ. ഏതെങ്കിലും ഒരു അച്ഛന് HJK എന്ന് പേര് വരുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ പേര് പറയാൻ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ അവിടെ തന്നെ അതിനകത്ത് കുഴപ്പമുണ്ട്. എൻ്റെ ഇലക്ഷൻ ID പേരിൽ അച്ഛൻ്റെ പേര് WNOPQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒക്കുക? അതിപ്പോ ഒരു അന്തസ്സുകേടുണ്ടോ? കാര്യം എനിക്കൊരു അച്ഛൻ ഇല്ലേ? ഉണ്ട്. ആ പേര് അവിടെ വരിക എന്നുള്ളത് എൻ്റെ അഭിമാനത്തിൻ്റെ ഭാഗമല്ലേ? അടുത്തത് CCTV ഫുട്ടേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, നിങ്ങൾക്ക് നായനാര് മരിക്കുന്ന കാലത്തെ വിഷ്വല്, അതിന് മുമ്പത്തെ വിഷ്വല്, ഇതെല്ലാം നിങ്ങളുടെ ആർക്കൈവ്സിലുണ്ടാവും അല്ലേ? ഒരു ഡിജിറ്റൽ വിഷ്വൽ സ്റ്റോർ ചെയ്യാൻ എത്ര സ്പേസ് വേണം ഈ നാട്ടിൽ? നിങ്ങൾ ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്നതുപോലെ വേറെ ആർക്കും അറിയാൻ ഇതില്ല. ഒരു ഡിജിറ്റൽ ഇമേജ് അല്ലെങ്കിൽ ഡിജിറ്റൽ വീഡിയോ അത് സ്റ്റോർ ചെയ്യാൻ എത്ര സ്പേസ് വേണം, എത്ര എഫേർട്ട് എടുക്കും അതിന്? അത് നശിപ്പിച്ചു. അവിടെ തന്നെ ദുരുദ്ദേശം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അവിടെ തന്നെ അതിന് ദുരുദ്ദേശമുണ്ട്. അത് എന്തിനാണ് നശിപ്പിക്കുന്നത്? അത് വെക്കാനായിട്ട് എത്ര സ്പേസ് വേണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഇത് ഓരോ കാര്യം എടുത്താലും ഇത് സസ്പീഷൻ ഉണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇതേ വാദം ഞാൻ വീണ്ടും പറയുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിലെടുക്കൽ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ആൾക്കാർക്കൊരു ഭയമാണ്. സാധാരണ ഒരുപാട് പേര് ഇത് ബാലറ്റിലേക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മുടെ ഈ ചർച്ചയുടെ താഴേക്ക് വരുന്ന കമൻറ്റുകളുണ്ട്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. ഇത് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ആയാലും ഇന്ത്യ ബ്ലോക്ക് ആയാലും ഇത് തെരഞ്ഞു പിടിച്ച് മുന്നോട്ട് വന്നതിൽ അവർ ഒരു ലേറ്റായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് നേരത്തെ തന്നെ കൊണ്ടുവരേണ്ട ഈ ചർച്ചയെക്കുറിച്ച് നേരത്തെ തന്നെ പുറകോട്ട് പോയി ചിന്തിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലാതെ ഒരു കാരണവശാലും ഇപ്പോൾ BJPക്ക് ഒരു തർക്കമില്ലല്ലോ ഈ വിഷയത്തിൽ. BJPക്ക് ഈ പറയുന്ന ശകുന്ത ദേവിയുടെ 2 വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുന്നതെന്നുള്ളത് അവർക്ക് പ്രശ്നമില്ല. അപ്പം അവിടെയാണ് ഈ വിഷയം ഗൗരവമായി വരുന്നത്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പം കള്ളവോട്ട്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കള്ളവോട്ട് ഒരു പാർട്ടി ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഇത്. ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ബാക്ക് ഫൂട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ ഇലക്ഷൻ നടത്തി മുന്നോട്ട് പോകാൻ പറയുന്നത് ശരിയല്ല. അത് ജനാധിപത്യത്തിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ അത് റദ്ദ് ചെയ്ത് കളയുന്നൊരു കാര്യമുണ്ട്. അത് ബേസിക് സ്ട്രക്ചറാണെന്ന് സുപ്രീം കോടതി ടൈം ആൻഡ് അഗെയിൻ ദേ ഹാവ് റിപ്പീറ്റഡ് ഇറ്റ്.
with Smriti Parathikkad.